ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2026 വർഷം പിറന്നതിന് ശേഷം നിരവധി തവണയാണ് നിഫ്റ്റി 24,000 എന്നുള്ള ആ ഒരു ലെവല് ടച്ച് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നിഫ്റ്റി വീണ്ടും 24,005 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തതായിട്ടാണ്. അപ്പോൾ ആ 24,000 എന്നുള്ള ആ ഒരു ശക്തമായ റെസിസ്റ്റൻസ് ലെവല് മറികടക്കാനുള്ള ശ്രമമാണ് നിഫ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടെ 24,000 മുകളിൽ പോവുകയും പിന്നീട് അവിടെ നിലനിൽക്കാതെ പെട്ടെന്ന് താഴോട്ടേക്ക് വരികയും ചെയ്യുന്നത് കാണുമ്പോൾ സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരോ നമ്മളെ കബളിപ്പിക്കുന്നതാണോ എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടാവും. ഇതൊരു ട്രാപ്പാണെന്നുള്ള സംശയം സ്വാഭാവികമാണ്. എന്നാൽ മാർക്കറ്റിൽ 20,000, 22,000, 24,000 പോലെയുള്ള റൗണ്ട് ആയിട്ടുള്ള ഫിഗേഴ്സ് അത് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഇപ്പം നിഫ്റ്റി തന്നെ ഇപ്പോൾ 24,000 എത്തുമ്പോൾ വലിയ ഫണ്ട് ഹൗസുകളും ട്രേഡേഴ്സും തങ്ങളുടെ ലാഭം എടുക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ ഇതൊരു അവസരമായി കാണുകയാണ്. അപ്പോൾ ഈ 24,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരണം, അല്ലെങ്കിൽ കമ്പനികളുടെ ആ ഒരു ഏർണിങ്സ് നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതലായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവ് ട്രിഗേഴ്സ് ഇല്ലാതെ ഒരിക്കലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും മാർക്കറ്റിന് സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണെങ്കിലും ഈ ഗ്ലോബലായിട്ട് ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്കുള്ള അസ്വാരസ്യങ്ങളും അതുപോലെ US ഫെഡ് ബാങ്കിൻ്റെ പലിശ നിരക്കിലുള്ള മാറ്റങ്ങളും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും സർവോപരി FIAസിൻ്റെ അതിശക്തമായ ഔട്ട്ഫ്ലോ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് 24,000 മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. 51% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 44% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത്. ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രോസ് മാർക്കറ്റ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും മൈക്രോ ക്യാപ്പ് ആയാലും ലാർജ് ക്യാപ്പ് ആയാലും എല്ലായിടത്തും ഒരു പച്ച കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇന്ത്യ വിക്സ് ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് വന്നതായിട്ട് കാണാം. 13.24 എന്ന ലെവലിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ FMCG, ഓട്ടോ, റിയാലിറ്റി, ബാങ്കിങ് മേഖലയിലൊക്കെയാണ് അത്യാവശ്യം നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പതിവ് പോലെ തന്നെ IT സെഗ്മെൻറ്റിൽ അതിശക്തമായ സെൽ ഓഫ് ആണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നലെ US ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 1.5% ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് പോലും ഇന്ത്യൻ മാർക്കറ്റിലെ IT ഇൻഡെക്സ് ഇന്ന് ശക്തമായ ഫോളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ US ടെക് സ്റ്റോക്കുകളും ഇന്ത്യയുടെ IT സ്റ്റോക്കുകളും തമ്മിൽ സ്ട്രക്ചറലായിട്ട് തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നാസ്ഡാക്കിൽ ഉൾപ്പെടുന്ന മേജർ സ്റ്റോക്കുകളുടെ ബിസിനസ് മെയിനായിട്ട് പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സർവീസ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇന്നത്തെ IT സെക്ടർ ഫോളിന് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയത് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട IT കമ്പനിയായിട്ടുള്ള KPIT ടെക്നോളജീസ് പുറത്തുവിട്ട അപ്രതീക്ഷിതമായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് ആണ്. അതായത് യൂറോപ്പിലെ ഓട്ടോമൊബൈൽ കമ്പനികൾ പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ KPITയുടെ Q1 ഏർണിങ്സിൽ ഇടിവുണ്ടാകുമെന്നാണ് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 15 മുതൽ 16% വരെ ഈ സ്റ്റോക്കിൽ നിന്ന് ഇടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് മൊത്തം IT സെക്ടറിൽ പ്രത്യേകിച്ച് ടാറ്റ എൽഎക്സി, LNT ടെക്നോളജി പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ NVIDIA, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ AI ഉൽപ്പന്നങ്ങളും അതുപോലെ ചിപ്പുകളും നിർമ്മിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വൻ ഡിമാൻഡാണ്. എന്നാൽ ഇന്ത്യൻ IT കമ്പനികൾ നമുക്കറിയാം അത് സർവീസ് ബേസ്ഡ് ആണ്. അപ്പോൾ AI ഡിസ്റപ്ഷൻ്റെ ആ ഒരു ഭയം മൊത്തത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നാസ്ഡാക്കിലുള്ള കമ്പനികൾ വളരുന്നുണ്ടെങ്കിൽ US-ലെയും യൂറോപ്പിലെയും മറ്റ് സാധാരണ ബാങ്കുകളും അതുപോലെ റീറ്റെയിൽ കമ്പനികളും തങ്ങളുടെ IT ബഡ്ജറ്റുകൾ വെട്ടിക്കുറക്കുകയാണ്. ഇന്ത്യൻ IT കമ്പനികൾക്ക് വരുമാനം ലഭിക്കുന്നത് ഇത്തരം ക്ലയൻറ്റുകളിൽ നിന്നായിരുന്നു. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ വലിയ പ്രൊജക്റ്റുകൾ പലതും ഈ ക്ലയൻറ്റുകളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ FIA ഔട്ട്ഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം FIAs ഏറ്റവും അധികം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ നിഫ്റ്റി 50-ലെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സെഗ്മെൻറ്റിൽ 1ാം സ്ഥാനത്ത് ബാങ്കിങ് ആണെങ്കിൽ 2ാം സ്ഥാനത്ത് IT ആണ്. അപ്പോൾ അവരുടെ ഒരു സെൽ ഓഫ് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് ഇപ്പോൾ IT സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലാണ്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് IT സെഗ്മെൻറ്റ് കടന്നു പോകുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾ എത്രമാത്രം തുടരുമെന്നതിനെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ജൂലൈ 9 ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCS തങ്ങളുടെ Q1 ഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ
അതുകൂടാതെ അതിനുശേഷമുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി ഇതൊക്കെ പുറത്തു വരുന്നതോടെ IT-യുടെ ആ ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു ഫ്യൂച്ചർ എങ്ങോട്ടേക്കായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അതുവരെ മാർക്കറ്റിൽ ഈ IT സെഗ്മെൻറ്റ് സ്റ്റോക്കുകളിൽ ശക്തമായ ഒരു വളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇന്ന് സെക്ടർ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ഔട്ട് പെർഫോം ചെയ്ത ഒരു സെക്ടർ ഇൻഡെക്സ് റിയൽറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ മാർക്കറ്റിലെ താൽക്കാലികമായിട്ട് വരുന്ന നോയ്സുകൾക്കപ്പുറം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഓർഗനൈസ്ഡ് ഡെവലപ്പേഴ്സിലേക്കുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. മുമ്പൊക്കെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ തോതിലുള്ള അവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൺസ്യൂമേഴ്സ് വിശ്വസനീയമായിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികളിൽ നിന്ന് മാത്രമേ അവരുടെ പ്രോപ്പർട്ടി വാങ്ങുന്നുള്ളൂ. പ്രത്യേകിച്ച് DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ലോധ, ഒബറോയ് പോലെയുള്ള വൻകിട റിയൽറ്റി ഓഹരികളിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് പ്രോപ്പർട്ടികൾ വാങ്ങുന്നത്. അപ്പോൾ ഇത് അത്തരം വൻകിട റിയൽറ്റി സ്റ്റോക്കുകളുടെ ബിസിനസിന്റെ ലാഭം വലിയ തോതിൽ കുത്തനെ കൂട്ടുന്നുണ്ട്. ഇതുകൂടാതെ വൻകിട റിയൽറ്റി കമ്പനികൾ അവരുടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള വീടുകൾ വിൽക്കുന്നതിലപ്പുറം ഇപ്പോൾ ഈ ഡാറ്റാ സെന്റർ മേഖലകളിലേക്കും അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ AI 5G ടെക്നോളജി വളരുന്നത് കൊണ്ട് ഡാറ്റാ സെൻറ്ററുകൾക്ക് വൻ ഡിമാൻഡാണ്. അപ്പോൾ അവിടെ കൂടുതൽ ഈ വാടക വരുമാനം അല്ലെങ്കിൽ ഹയർ ഈൽഡ് കമ്പനികൾക്ക് ലഭിക്കുമെന്നത് കൊണ്ട് തന്നെ അവിടേക്ക് കൂടുതലായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ മാറുന്നുണ്ട്. ഇതുകൂടാതെ മുമ്പൊക്കെ IT പ്രൊഫഷണൽസാണ് കൂടുതലായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ മറ്റ് മേഖലകളിലുള്ള പ്രൊഫഷണലുകളും ബിസിനസ്സുകാരുമൊക്കെ ഈ പ്രീമിയം വില്ലകളിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വമ്പിച്ച ഒരു പ്രോഫിറ്റ് മാർജിനാണുള്ളത്. അതും ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ പണി തീർന്നിട്ടും വിട്ടുപോകാതെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ എണ്ണം കുറയുന്നത് ഈ കമ്പനികളുടെ ഒരു ക്യാഷ് ഫ്ലോ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അവരുടെ കടബാധ്യതകൾ ഇല്ലാതാക്കാനും അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ റിയൽറ്റി സെക്ടറിലുള്ള കമ്പനികളിൽ കാണുന്നത് ഒരു ഷോർട്ട് ടേം ട്രെൻഡ് മാത്രമല്ല, ബിസിനസിന്റെ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷനിലൂടെയും അതുപോലെ കൺസ്യൂമേഴ്സിന്റെ മാറിയ ചിന്താഗതിയിലൂടെയും ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ളതുമായ ഒരു ഗ്രോത്ത് ഫേസിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പല കമ്പനികളുടെയും ബിസിനസ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കമ്പനികളുടെയും വമ്പിച്ച സെയിൽസ് റവന്യൂ ആണ് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ ഇന്ന് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ കണ്ടത്. ഇതുപോലെ സാധാരണഗതിയിൽ ഇത് ജൂലൈ മാസം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ജൂൺ മാസത്തിലുള്ള ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് വളരെ ശക്തമായ ഒരു റോബസ്റ്റ് ഗ്രോത്ത് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. SUV മോഡലുകളിൽ വമ്പിച്ച സെയിൽസ് വർധനമാണ്. ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ വിൽപ്പനയിൽ 37% വളർച്ച ഉണ്ടായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റേത് 69% ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ മഹീന്ദ്രയും ടാറ്റയും ഒക്കെ അവരുടെ വിൽപ്പന നേരെ ഡബിൾ ആയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ മാരുതി സുസുക്കി അവർക്ക് ഈ മാർക്കറ്റിലുള്ള ആ ഒരു ഒന്നാം സ്ഥാനം അവർ നിലനിർത്തിക്കൊണ്ട് 19% വളർച്ച ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ രേഖപ്പെടുത്തിയായിട്ട് കാണാം. അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിളുകളിൽ അശോക് ലൈലൻഡ് 25% വളർച്ച കിട്ടിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ 35% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഐഷറിൻ്റെ വോൾവോ വെഹിക്കിളുകൾ 29% വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. നേരിയൊരു ഇടിവുണ്ടായിട്ടുള്ളത് ഹിണ്ടായിയുടെ സെയിൽസിലാണ്. അവരുടെ ഒരു സപ്ലയറുടെ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം കാരണം ഏകദേശം 14,000-ഓളം വണ്ടികൾ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ലോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിപ്പ് മാത്രമാണത്. അതുപോലെ മാരുതിയും മഹീന്ദ്രയും ഒക്കെ തങ്ങളുടെ എക്സ്പോർട്ട് വോളിയത്തിൽ വമ്പിച്ച കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 2 വീലർ സെഗ്മെൻറ്റിൽ ഹീറോ മോട്ടോകോപ്പ് അവരുടെ അപ്രമാദിത്വം നിലനിർത്തിയതായിട്ടും അവരുടെ കണക്കുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നിലവിൽ ഭാഗികമായി വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആളുകളുടെ ആ ഒരു പർച്ചേസിംഗ് പവർ ശക്തമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റൂറൽ മേഖലയിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലും നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ ഇന്ന് നിഫ്റ്റി 500 കമ്പനികളിൽ ശക്തമായി മുന്നേറിയ ഒരു സ്റ്റോക്കാണ് റെയിൽവേ PSU കമ്പനിയായിട്ടുള്ള റൈറ്റ്സ് ലിമിറ്റഡ്. ഏകദേശം 14 മുതൽ 15% വരെ ഇൻട്രാഡേയിൽ ഈ സ്റ്റോക്ക് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇവർക്ക് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട പുതിയൊരു വർക്ക് ഓർഡർ ലഭിച്ചതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 175 കോടിയോളം മൂല്യം വരുന്ന ഈ ഒരു ഓർഡർ കമ്പനിയുടെ വരുമാന വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് പോസിറ്റീവായി കാണുന്നത്. ഇതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു PSU കമ്പനിയായിട്ടുള്ള കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു MOU ഇവർ ഒപ്പുവെച്ചിരുന്നു. അതായത് രാജ്യത്തെ ഈ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകാനാണ് ഈ ഒരു കരാറ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഈ സ്റ്റോക്കിൽ പോസിറ്റീവാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടത്. കൂടാതെ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം റൈറ്റ്സിന്റെ കയ്യിൽ അവരുടെ എക്കാലത്തെയും ഉയർന്ന ഓർഡർ ബുക്കാണ് നിലവിലുള്ളത്. 9,416 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് അവരുടെ കൈവശമുണ്ട്. ഇത് അവരുടെ മാർക്കറ്റ് ക്യാപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓർഡർ ബുക്കാണ്.
ശക്തമായ ഒരു ട്രേഡിംഗ് വോളിയമാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ കണ്ടത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ടെക്നിക്കലായിട്ട് അതിൻ്റെ 200 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 15% ഒരു സ്റ്റോക്ക് ഉയരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അദാനി സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്, അവരുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കമ്പനിയുടെ 49% സ്റ്റേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ MSC ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ TIL വിൽക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 13,000 കോടിയോളം വില മതിക്കുന്ന $1.4 ബില്യൺ ഒരു ഇടപാടാണിത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കേരള സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വിഴിഞ്ഞൻ പോർട്ടുമായിട്ട് കേരള ഗവൺമെൻറ്റും അദാനി ഗ്രൂപ്പുമായിട്ട് ഉണ്ടാക്കിയുള്ള കരാർ അനുസരിച്ചിട്ട് 25%-ലധികം സ്റ്റോക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അതോറിറ്റിയായ കേരള ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ള ഒരു ക്ലോസ് ആ അഗ്രിമെൻറ്റിലുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് അനുമതി ഇല്ലാതെ ഈ ഒരു ഷെയർ കൈമാറ്റം പൂർണ്ണമാകില്ലെന്നും അദാനി ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിനെ സമീപിക്കുമ്പോൾ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വിശദമായിട്ട് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഷെയർ മാർക്കറ്റിന്റെയും ബിസിനസിന്റെയും കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അദാനി പോർട്സിന്റെ ഈ ഒരു ഡീല് ഹൈലി പോസിറ്റീവാണ്. കാരണം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇനി ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഭീമനായ MSCയുടെ കപ്പലുകൾ നേരിട്ടെത്തും. അപ്പോൾ ഇത് ആ കാർഗോ വോളിയം വൻതോതിൽ അവിടെ വർദ്ധിക്കും. ഇപ്പോൾ സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ വിദേശ പോർട്ടുകളോട് മത്സരിക്കാൻ ഇത് വിഴിഞ്ഞം പോർട്ടിനെ സഹായിക്കും. അപ്പോൾ അദാനി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പോസിറ്റീവാണ്. കാരണം 13,000 കോടിയിലധികം രൂപ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കടം കൊണ്ട് വലയുന്ന അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ പോർട്ടിന്റെ 2ാം ഘട്ട വികസനത്തിനും ആ പണം അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര റെഗുലേറ്ററി അതോറിറ്റികളുടെയും ഔദ്യോഗിക അനുമതികൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഇടപാട് നിയമപരമായിട്ട് പൂർത്തിയാവുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് അദാനി പോർട്ട് സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊമെന്റം ഇന്നും തുടരുന്നതായിട്ട് കാണാം. ഇന്നും 2% അത് മുന്നേറിയതായിട്ട് കാണാം. ഇനി നമ്മൾ വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടായ തകർച്ചയാണ്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $3,991 എന്ന ലെവലിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 4,000 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണവും കൂടാതെ US-ലെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചതും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിഗമനങ്ങളൊക്കെ കാരണം സ്വർണത്തിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് $, ബോണ്ടുകളിലോ ഒക്കെയാണ് ഇപ്പോൾ നിക്ഷേപങ്ങൾ മാറുന്നത്. കാരണം $, ഇപ്പോൾ ശക്തമായിട്ട് കാണാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് 101 എന്ന ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും 100-ന് മുകളിൽ ഡോളറിന് ഇതേപോലെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് സ്വർണത്തിന്റെ കുതിപ്പ് അവസാനിച്ചിട്ടില്ല എന്നാണ്. കാരണം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ, ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരമായിട്ട് ഡോളറിന് പകരം വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയായിരുന്നു. എന്നാൽ ചില സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടതിനാൽ അവിടെ ചെറിയൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒരു സർവേ പ്രകാരം 45% സെൻട്രൽ ബാങ്കുകളും വരും മാസങ്ങളിൽ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ്മാൻ സാക്സ് ഔൺസിന് $4,900 ഈ 2026 അവസാനം ഗോൾഡ് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രവചിക്കുന്നത്. അതുപോലെ JP മോർഗൻ കുറച്ചുകൂടി കടന്നുകൊണ്ട് 6,000 വരെയൊക്കെ ആകുമെന്നും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഷോർട്ട് ടേമിൽ ഇപ്പോൾ ഈ US-ഇറാൻ ചർച്ചകളുടെ പുരോഗതിയും അതുപോലെ US ഫെഡ് ബാങ്കിന്റെ തീരുമാനങ്ങളും അനുസരിച്ച് സ്വർണ്ണവിലയിൽ ചെറിയ തിരുത്തലുകളോ താഴ്ത്തുപോക്കൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ലോങ് ടേമിൽ ഇതൊരു താൽക്കാലിക ഇടിവ് മാത്രമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ETF-കളിലൊക്കെയുള്ള സിപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് ഗുണകരമാവുക. എന്നാൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ പരിശോധിച്ചാൽ 24,000-ന് മുകളിൽ അത് സ്ഥിരതയോടെ തുടരുകയാണ്. കോൾ റേറ്റേഴ്സ് തങ്ങളുടെ പൊസിഷനുകൾ കവർ ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് റാലി ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ 24,150, 24,200 ലെവലിലേക്കൊക്കെ നിഫ്റ്റി എത്തിച്ചേക്കാം. എന്നാൽ 24,000 ലെവൽ നിലനിർത്താൻ കഴിയാതെ വരികയും അതിന് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും പുട്ട് റേറ്റേഴ്സ് പാനിക്കാവും. അങ്ങനെ ആകുമ്പോൾ 23,900 അതുപോലെ 23,800 ലെവലുകളൊക്കെയാണ് കാര്യമായ സപ്പോർട്ട് ലെവലുകൾ. എന്തായാലും നിലവിൽ പുട്ട് കോൾ റേഷ്യോ പ്രകാരം മാർക്കറ്റിൽ ബുൾസ് ശക്തമായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 24,000 എന്നുള്ള ഈ ലെവൽ തകരാത്തിടത്തോളം കാലം ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.